നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടികയിൽ കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേരിനൊപ്പമുള്ളത് തെറ്റായ വീട്ടു നമ്പർ ആണെന്നും അതുകൊണ്ട് മത്സരിക്കാൻ അർഹയല്ല എന്നതടക്കമുള്ള പരാതിയുമായി CPM ബ്രാഞ്ച് അംഗം രംഗത്ത് വരികയും പിന്നാലെ അന്വേഷണത്തിൽ അത് വ്യക്തമാവുകയും വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയും ചെയ്ത സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ്. ഇപ്പോൾ ഇതാ ഈ പരാതിയുമായി വന്ന CPM ബ്രാഞ്ച് അംഗം കുരുക്കിലാവുകയാണ്. വൈഷ്ണ സുരേഷിന്റെ പേരിനൊപ്പമുള്ളത് തെറ്റായ വീട്ടു നമ്പറാണെന്ന് പരാതി നൽകിയ CPM ബ്രാഞ്ച് അംഗത്തിന്റെ പേരിനൊപ്പമുള്ള വീട്ടു നമ്പറിൽ താമസിക്കുന്നത് 22 പേരെന്ന് രേഖ. അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അവസാന അവസരത്തിന്റെ ആ മറവ് പിടിച്ച് പല വാർഡുകളിലും വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തെന്ന ആരോപണം കോൺഗ്രസും CPMനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. CPM മുട്ടട ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറാണ് വൈഷ്ണയ്ക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. വൈഷ്ണയ്ക്കെതിരെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറിക്കായിരുന്നു മുട്ടട ബ്രാഞ്ച് അംഗം പരാതി നൽകിയത്. TC 18/2464 എന്ന വീട്ടു നമ്പറാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച സപ്ലിമെന്ററി പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരിനൊപ്പമുള്ളത്. ഇതേ വീട്ടു നമ്പറിൽ 21 പേരെ വേറെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം നൽകിയ സമാനമായ പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഒരു വീടിന് ഒരു നമ്പർ എന്ന ക്രമത്തിലാണ് കോർപ്പറേഷൻ റവന്യൂ വിഭാഗം നമ്പർ അനുവദിക്കുന്നത്. ഒരു നമ്പറിൽ 22 പേരുകളിൽ വീടുകൾ ഉണ്ടായതായാണ് ക്രമക്കേട് ആരോപണം ഉയരാൻ കാരണമായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇന്നലെ സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ മിക്ക വാർഡുകളിലും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണം ശക്തമാണ്. ചില വാർഡുകളിൽ നിന്ന് വോട്ടർമാരെ കൂട്ടമായി ഒഴിവാക്കി എന്നതടക്കമുള്ള ആരോപണവും നിലവിൽ ശക്തമാകുന്നുണ്ട്. മുട്ടട മാതൃകയിൽ ഒരു വീട്ടു നമ്പറിൽ ഒട്ടേറെ പേരെ ചേർത്തിട്ടുണ്ട് എന്ന ഒരു ആരോപണം കൂടി നിലവിൽ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. അതിനിടയിലാണ് അതിന് പരാതി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വന്ന വ്യക്തിയും അത്തരത്തിലൊരു ആരോപണത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വാർഡിൽ സജീവമായിരുന്നു വൈഷ്ണ. ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ തന്നെ മാനസികമായി തളർത്തിയെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വൈഷ്ണ പ്രതികരിച്ചിരുന്നു. നിലവിൽ പ്രചാരണം നിർത്തിവെച്ചിരിക്കുകയാണ്. മത്സരിക്കാൻ വേണ്ടി താൻ ജോലി രാജിവെച്ചതാണ്. നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് നേതൃത്വം പറയുന്നത്. രാഷ്ട്രീയപരമായ പ്രശ്നം തന്നെയാണിത്. മാനസികമായി തളർന്നതിന്റെ ബുദ്ധിമുട്ട് തനിക്കുണ്ട്. പ്രചരണവുമായി ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ ഈ വിഷയം തന്നെ വ്യക്തിപരമായി വളരെയധികം ബാധിച്ചിരിക്കുകയാണെന്നും വൈഷ്ണ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാർട്ടിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും വൈഷ്ണയുടെ പ്രതികരണം. CPM നൽകിയ പരാതി ശരിവെച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത്. അന്തിമ വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതിൽ വൈഷ്ണ സുരേഷിന്റെ പേരുണ്ടായിരുന്നില്ല. വൈഷ്ണ സുരേഷ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കാണിച്ചായിരുന്നു CPM പരാതി നൽകിയതും ആരോപണവുമായി രംഗത്ത് വന്നതും. വൈഷ്ണ നൽകിയ മേൽവിലാസത്തിൽ പ്രശ്നമുണ്ടെന്നായിരുന്നു കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. മുട്ടടയിൽ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ കൗൺസിലിലേക്ക് മത്സരിക്കാൻ കഴിയൂ എന്നതാണ് ചട്ടം. എന്നാൽ ഈ നടപടിക്കെതിരെ വൈഷ്ണയ്ക്ക് അപ്പീൽ നൽകാനാകുമെന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. അപ്പീൽ നൽകാൻ കോൺഗ്രസും വൈഷ്ണയും തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. മുട്ടടയിൽ പ്രചാരണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു ഈ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. വോട്ടർ പട്ടികയിലെ TC നമ്പർ മാറിയതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് പ്രതികരിച്ചു. മുട്ടടയിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കിയതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം. വൈഷ്ണയ്ക്കെതിരെ CPM നൽകിയ പരാതി ശരിവെച്ചായിരുന്നു കമ്മീഷൻ ഈ ഒരു നടപടിയിലേക്ക് കടന്നത്. CPM പരാതി അംഗീകരിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയതോടെ വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ ഇനി കഴിയില്ല. വിഷയത്തിൽ അപ്പീൽ നൽകുമെന്നും തൽക്കാലത്തേക്ക് പ്രചാരണം നിർത്തുകയുമാണ് എന്നാണ് വൈഷ്ണയുടെ തീരുമാനം. ജോലിയടക്കം രാജിവെച്ച് പ്രചാരണത്തിനിറങ്ങിയ തന്നെ സംബന്ധിച്ച് കമ്മീഷൻ തീരുമാനം മാനസികമായി തളർത്തി. നിലവിൽ കൈവശമുള്ള വോട്ടർ പട്ടികയിൽ നൽകിയിരിക്കുന്നത് തന്റെ പഴയ TC നമ്പറായ 3/564 ആണ്. എന്റെ എല്ലാ തിരിച്ചറി രേഖകളും ആ TCയിലാണ് ഉള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലും ഈ TC നമ്പറാണ്. പുതിയ TC നമ്പർ 18/2365 ആണ്. പഴയതും പുതിയതുമായ TCകൾ ചേർന്നാണ് വോട്ടർ പട്ടികയിൽ 18/564 എന്ന നമ്പർ വന്നിരിക്കുന്നത്. ഇത് പരിശോധിച്ച ശേഷം ഇതേ വിവരമാണ്
സത്യവാങ്മൂലത്തിൽ നൽകിയത്. ഇപ്പോൾ പുതിയ TC എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സത്യവാങ്മൂലം തള്ളിയത്. എന്നാൽ ഇത് തെറ്റാണെന്ന് കാണിച്ച് താൻ സത്യവാങ്മൂലം നൽകിയിരുന്നു. അത് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. സമയപരിധി കഴിഞ്ഞുവെന്ന് പറഞ്ഞാണ് സ്വീകരിക്കാതിരുന്നത്. എന്നാൽ സ്പീഡ് പോസ്റ്റായി താൻ സത്യവാങ്മൂലം അയച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ അത് കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരം. വോട്ടർ പട്ടികയിൽ TC മാറിക്കിടക്കുന്നുവെന്ന് പറഞ്ഞാണ് വോട്ട് നീക്കം ചെയ്തത്. വോട്ടർ പട്ടികയിലെ TC നമ്പർ മാറിയതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല. നിലവിൽ ഇനി മുന്നോട്ടുള്ള തീരുമാനത്തെ പറ്റിയൊന്നും താൻ ആലോചിക്കുന്നില്ല. പാർട്ടി തീരുമാനിക്കും പോലെ ആയിരിക്കും തുടർ നീക്കങ്ങളെന്നും വൈഷ്ണവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അപ്പീൽ നൽകാമെന്നാണ് പാർട്ടി അറിയിച്ചിരിക്കുന്നത്. നേതാക്കളുമായി കൂടിയാലോചന നടത്തുകയും ചെയ്യുമെന്നും വൈഷ്ണവ് പ്രതികരിച്ചു. വൈഷ്ണയുടെ വോട്ടുള്ള മേൽവിലാസത്തിൽ 22 പേരുടെ വോട്ട് മാറിക്കിടപ്പുണ്ടല്ലോ എന്ന ഒരു വസ്തുത, അതിനോട് വൈഷ്ണയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: അത് സത്യസന്ധമായ കാര്യമാണെന്നും എന്നാൽ അതൊന്നും പരാതി നൽകിയ ആൾ സമ്മതിക്കില്ല എന്നും വൈഷ്ണവ് പറഞ്ഞു. താൻ ഇത്രയും ഇറങ്ങി നടന്നതാണ്, നല്ല രീതിയിൽ പ്രചാരണം മുന്നോട്ട് പോവുകയായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഇപ്പോൾ തനിക്കുണ്ടായിരിക്കുന്നത്, സത്യസന്ധമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി, തളർത്തിക്കളയുകയും ചെയ്യുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജോലി രാജിവെച്ച് ഇറങ്ങിയതായിരുന്നു ഈ ഒരു പ്രചാരണത്തിനും അല്ലെങ്കിൽ ഒരു മത്സര രംഗത്തിനും. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയത്. നിലവിൽ പ്രചാരണം തുടരുന്നില്ല. അപ്പീൽ കഴിഞ്ഞ് വന്നിട്ട് ഇനി പ്രചാരണമുള്ളൂ. അപ്പീലിൽ തീരുമാനം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക എന്നടക്കമുള്ള പ്രതികരണമാണ് വൈഷ്ണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.